കണ്ണൂരിലേക്ക് പോകാം. കണ്ണൂരിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. മയ്യഴിപ്പുഴ കര കവിഞ്ഞു. പെരിങ്ങത്തൂരിലെ 2 ബോട്ട് ജെട്ടികളിൽ വെള്ളം കയറി. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ കനത്ത മഴയിൽ റോഡിലേക്ക് മതിലിടിഞ്ഞ് വീണ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ഒരു സ്ത്രീ അവിടെ നിന്ന് നടന്ന് അകലുന്നുണ്ടായിരുന്നു, മറ്റൊരാൾ അങ്ങേക്ക് വരുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ വലിയ അപകടമുണ്ടായത്. റോഡ് മാറിയതുകൊണ്ട് മാത്രമാണ് അപകടം ഒഴിവായത്. വലിയ ആഘാതമുണ്ടാക്കാൻ പോകുന്ന അപകടമായിരുന്നു അത്. മതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. ശക്തമായ മഴയിൽ മതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു റോഡിലൂടെ പോവുകയായിരുന്ന സ്കൂൾ കുട്ടികൾ രക്ഷപ്പെട്ടത് അത്ഭുതകരമായാണ്. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുകയാണ്. ഫെലിക്സ്, തലനാരിഴയ്ക്ക് രക്ഷപ്പെടുക എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. തീർച്ചയായും ഇതിൽ നിന്ന് രാവിലെ നടന്ന സംഭവമാണ്. അഞ്ചരക്കണ്ടി ടൗണിൽ തന്നെ സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്ന സമയത്താണ് തട്ടാരി ജുമാ മസ്ജിദിന്റെ ഈ മതിൽ താഴേക്ക് തകർന്നു വീണത്. കനത്ത മഴയായിരുന്നു കഴിഞ്ഞ 2 ദിവസം. ഇന്നലെ രാത്രി അടക്കം ശക്തമായ മഴ ജില്ലയിൽ ലഭിച്ചു. അങ്ങനെ മതിൽ റോഡിലേക്ക് വീഴുകയായിരുന്നു. ഏതായാലും അത്ഭുതകരമായാണ് സ്കൂൾ കുട്ടികളടക്കം രക്ഷപ്പെട്ടത്. കാരണം ഈ മതിൽ വീഴുന്നതിന് തൊട്ടു മുമ്പ് കുട്ടികൾ നടന്നു പോകുന്നുണ്ട്, അതിന് പിന്നിലും കുട്ടികൾ നടന്നു വരുന്നുണ്ട്. ആ ഒരു ഇടവേളയിലാണ് ഈ പറയുന്ന മതിൽ തകർന്നു വീണത് കൊണ്ട് ആർക്കും അപകടം ഉണ്ടായില്ല. അത്ഭുതകരമായ കുട്ടികൾ രക്ഷപ്പെട്ടു, അല്ലെ ആ വഴിക്ക് നടന്നു പോയവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ശക്തമായ മഴ കണ്ണൂർ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ലഭിക്കുന്നു. ഈ സംഭവം നടന്നിരിക്കുന്നത് അഞ്ചരക്കണ്ടി ടൗണിലാണ്. അതായത് ടൗണിനുള്ളിൽ തന്നെ നടന്നൊരു സംഭവമാണിത്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 7:00 കൂടിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഏതായാലും ശക്തമായ മഴ കണ്ണൂർ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മയ്യഴിപ്പുഴ, മാഹിപ്പുഴ കര കവിഞ്ഞ് ഒഴുകുന്നുണ്ട്. അങ്ങനെ പെരിങ്ങത്തൂരിലെ ബോട്ട് ജെട്ടികൾ അടക്കം വെള്ളം കയറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം മലയോര മേഖലയിലടക്കം മണ്ണിടിച്ചിൽ, അടയ്ക്കാത്തോട് പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ വയനാട്ടിൽ നിന്നും കണ്ണൂരിലേക്ക് വരുന്ന പാൽച്ചുരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും പിന്നീട് രാത്രി യാത്ര നിരോധനം തന്നെ ഏർപ്പെടുത്തേണ്ടി വരികയും ചെയ്തിരുന്നു. അവിടെ മണ്ണും കല്ലുമടക്കം റോഡിലേക്ക് വീണിട്ടുണ്ട്. അതൊക്കെ പൊട്ടിച്ച് നീക്കി വേണം ഈ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ. ഒപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ, ഇപ്പോൾ എളയാവൂരടക്കം ഉള്ള മേഖലയിൽ എളയാവൂർ അമ്പലത്തിന് സമീപമുള്ള വീടുകളിലും റോഡുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയാണ് ഈ തോതിൽ വെള്ളം കയറാനുള്ള കാരണം. ശരി, ഫെലിക്സാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്നുണ്ട്. അതിലൊരു വിദ്യാർത്ഥി പോയതിന് തൊട്ടു പിന്നാലെയാണ് മതിലിടിഞ്ഞു വീഴുന്നത്. ഒരുപക്ഷെ ശബ്ദമുണ്ടാകുന്നത് കേട്ടായിരിക്കാം കുട്ടി ഓടി മാറുന്നുണ്ട്. പിന്നാലെ വന്ന കുട്ടികളും കൃത്യമായി ഓടി മാറിയതുകൊണ്ട് മാത്രമാണ് അപകടം ഒഴിവായത്.